ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 30ഓളം വരുന്ന മുട്ടകൾ വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ അയൽവാസികളുമാണ് നമ്മുടെ ഇവിടെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ വലിയൊരു ബിഗ് എഗ്ഗ് ബുർജി നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യണം. ഫാമിലിയിലും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ഈ വീഡിയോ നല്ലൊരു ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നാളുകളായി ഇവിടെ ക്രിക്കറ്റ് കളിയോ ഫുട്ബോളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, പുല്ലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതേപോലെ തൊട്ട് ബാക്കിൽ കാണുന്ന ആ ഏരിയയൊക്കെ പാടമാണ്. അപ്പോൾ ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബുർജിയിലേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും അതുപോലെ തന്നെ മുളകൊക്കെ നന്നാക്കി വെക്കാം. ഇവിടെ തന്നെ വെച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ സവാള അരിയുന്നത് പ്രൊഫഷണലായിട്ട് കുക്കായ സനലാണ്. നമ്മുടെ ആലുവയിൽ പുള്ളിക്ക് എന്താണ് ബിരിയാണി വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് സനലിന്. ഇപ്പോൾ സവാള കട്ട് ചെയ്യുന്നത് നമ്മുടെ റെമിമോനാണ്. ഞങ്ങളിന്നിപ്പോൾ എല്ലാവരും കൂടിയാണ് ഇവിടെ എല്ലാ വർക്കും ചെയ്യുന്നത്. സനൽ, ഞാൻ, അതേപോലെ തന്നെ റെമി, തസ്നി, അതേപോലെ ഷാജിക്ക, എൻ്റെ ഉമ്മിച്ചി, പിന്നെ മുനാസ്. നമ്മുടെ എഗ് ബുർജിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം നമ്മളിവിടെ ഇപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കത്തിക്കാം. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മൾ വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ സവാള പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യണം, പച്ചമുളക് ഇടേണ്ട. നമ്മൾ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള 30 മുട്ടയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓരോന്നായി പൊട്ടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കയും സനലും കൂടിയിട്ട് മാറിയിട്ടാണ് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുട്ട നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതൊന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ സാധാ ഗ്യാസോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഏറ്റക്കുറച്ചിലൊന്നും പറ്റില്ല തീയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി കൈ ഒഴിയാതെ തന്നെ അല്ലെങ്കിൽ കൈ വിടാതെ തന്നെ എന്ത് ചെയ്യണം, ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടത്, എന്നെപ്പോലെ നല്ല ശക്തമായിട്ട് പണിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കണം ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. അത് നിങ്ങളെന്ത് ചെയ്യണം, നന്നായി ഈ അടി ശരിക്കും ഇളക്കണം. അപ്പോൾ നമ്മുടെ എഗ് ബുർജി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഡിഷ് സെർവ് ചെയ്യുന്നത് നമ്മുടെ റമിക്കുട്ടനാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാവരും ഒരുമിച്ച് ഒരേ ഇലയുടെ ചുറ്റും ഇരുന്നിട്ടാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അയൽവാസികളായ കുട്ടികളും പിന്നെ കാർന്നൂർ, ഷാജി എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. സനൽ ഒരു പണി എടുക്കില്ല, എന്നാലും കയറ്റിയെന്നുള്ളൂ. ഇത് തീരുമല്ലെങ്കിൽ ഷാജിയാണ് അപ്പുറത്തിരിക്കണം, സനലും വന്നിരുന്നു. സനലേ വേനെടുക്കില്ല നിങ്ങൾക്ക് പല്ലും. നമ്മളിന്നിപ്പോൾ 30ഓളം മുട്ട വെച്ചിട്ടുണ്ടാക്കിയ എഗ്ഗ് ബുർജിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ കാണിച്ചത്. നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ അവരെല്ലാവരും ഇപ്പോൾ കൂടി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെന്ത് ചെയ്യണം, ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബുർജി? പൊളിയല്ലായിരുന്നു?